വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ ഭീകര നേതാക്കളുടെ ചിത്രങ്ങളും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിന്റെയും ഹമാസ് ഭീകരൻ യഹിയ സിൻവറിന്റെയും പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു സമരം. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെ ചിത്രവും പ്ലക്കാർഡിലുണ്ടായിരുന്നു. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും സോളിഡാരിറ്റി മാർച്ച് നടത്തുകയായിരുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ നടത്തിയ മാർച്ചിലാണ്, പക്ഷേ ആ മാർച്ചിലുടനീളം ഭീകര നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് സോളിഡാരിറ്റി ഈ പ്രതിഷേധ പ്രകടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഖഫ് ഭേദഗതി ബില്ലിനെതിരെയായിരുന്നു ഇന്നലെ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടന്നത്. ഇന്നലെ വൈകിട്ട് 4:30 ശേഷമായിരുന്നു ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയോട് ചേർന്ന് അവരുടെ സമരം സംഘടിപ്പിച്ചത്. പിന്നീട് നിരവധി പോലീസുകാർ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം പോലീസുകാർ തടഞ്ഞു. ലാത്തി ചാർജ് അടക്കം ഉണ്ടായിരുന്നു, കണ്ണീർവാതക പ്രയോഗം അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതീവ സുരക്ഷയുള്ള ഒരു മേഖല കൂടിയാണ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഈ റോഡ്. വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളടക്കം ഈ വഴിയാണ് കടന്നു പോകുന്നത്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയാണ് സോളിഡാരിറ്റി, അതോടൊപ്പം തന്നെ SIO എന്ന സംഘടനയുടെയും പേരിൽ സംയുക്തമായി അവർ സമരം നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരമാണ് നടത്തിയത്. ഈ സമരത്തിലാണ് ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തകരുടെയും അവരുടെ നേതാക്കളുടെയും എല്ലാം തന്നെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധ സംഘടിപ്പിച്ചത്. ഹമാസിന്റെ ഭീകരവാദികളും ഹമാസിന്റെ സ്ഥാപക നേതാവും അതോടൊപ്പം തന്നെ ഈജിപ്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവിന്റെയും എല്ലാം പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം അവർ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അടക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാജ്യത്തിന്റെ മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരൂന്നിയ അല്ലെങ്കിൽ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ചില സംഘടനകളാണ് ഹമാസും അതോടൊപ്പം തന്നെ ബ്രദർഹുഡും എല്ലാം തന്നെ പല ഇടങ്ങളിലും ഈ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1928 ബ്രദർഹുഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷം പല രാജ്യങ്ങളിലേക്കും വ്യാപകമായി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു സുന്നി വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഈ സംഘടന പ്രധാനമായും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ തീവ്രവാദ സംഘടന തന്നെയാണ്. ബോംബും മറ്റ് തോക്കും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇവരുടെ പ്രവർത്തനം. മിക്കയിടങ്ങളിലും യുദ്ധം അടക്കം നടത്തിയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് സമരം നടത്തിയത്. ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിന്റെയും അതോടൊപ്പം തന്നെ ഹമാസ് ഭീകരവാദി യഹിയ സിൻവാറിന്റെയും അടക്കമുള്ള പ്ലക്കാർഡുകൾ ഈജിപ്തിലെ ബ്രദർഹുഡ് സംഘടനയായ ഇതിന്റെ സ്ഥാപകൻ. ശിവദാസ് തുടരുക, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധത്തിലാണ് ഹമാസ് ഭീകരരുടെ അടക്കം നേതാക്കളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പ്ലക്കാർഡുകളായി അവർ ഉയർത്തിപ്പിടിച്ചത്. നമുക്കറിയാം, ഒരു പ്രതിഷേധ മാർച്ചിലായാലും മതപരമായ ചടങ്ങിലായാലും ഹമാസ് ഭീകരരെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ ഏറി വരികയാണ്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? മതതീവ്രവാദികളെ വെള്ളപൂശുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. മതതീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിക ഭീകരന്മാരെ മഹത്വവൽക്കരിക്കുകയും അവരെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഇസ്ലാം സമുദായത്തിന്റെ നേതാക്കന്മാരായിട്ട് വാഴ്ത്തി മുസ്ലിം സമൂഹത്തിനുള്ളിൽ അവർക്ക് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്ന ഒരു സമീപനാണിത്. ഇപ്പോ ബിൻ ലാദന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലുള്ള നേതാക്കന്മാരുടെ ചിത്രം എടുക്കാനായിട്ടില്ല. അത് വരുന്ന ആളുകളിൽ അതും ഉണ്ടാവും. ബിൻ ലാദൻ അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ ചിത്രം ഏന്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പ്രകടനങ്ങൾ നടക്കും. കാരണം കേരളത്തിൽ ഇത്തരത്തില് ഇപ്പൊ പാലസ്തീന് എതിരായിട്ട് ശബ്ദിക്കുന്നത് മാത്രമാണ് കേരളത്തിൽ കുറ്റകരം. മറിച്ച് ഇസ്ലാമിക ഭീകരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നതോ ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നതോ കുറ്റകരമല്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി. ഇപ്പൊ നമുക്കറിയാം, CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ കഫിയ ധരിച്ച് പങ്കെടുത്ത മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഹമാസിനെ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിച്ചാൽ അതിനെന്താ തെറ്റു പറയാൻ പറ്റുക? അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നതും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും ചെയ്തു കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്.
CPM-ന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിക ഭീകരവാദത്തെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഹമാസ് ഭീകരന്മാരോ അല്ലെങ്കിൽ IS ഭീകരന്മാരോ ഒക്കെ മഹത്വവൽക്കരിക്കപ്പെടുകയും അവർക്ക് ഇനി നാളെ സ്മാരകം ഉയരുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് സ്മാരകം ഉയരുന്ന സാഹചര്യം അതിവിദൂരമല്ല. നമുക്കത് കാണാം. എഴുത്തച്ഛന് സ്മാരകം ഇല്ലെങ്കിലും നമുക്ക് ഹമാസ് ഭീകരന്മാർക്ക് പ്രതിമ ഉണ്ടാകുന്ന ഒരു കാലം വിദൂരമല്ല കേരളത്തിൽ. അതെ, വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. നമുക്ക് ശിവദാസ്, വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ മാർച്ചിന് പോലീസ് അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ എന്നുള്ളതിൽ കവിഞ്ഞ് ഭീകര നേതാക്കളുടെ ചിത്രങ്ങളാണ് കൂടുതലും ഉയർന്നത് എന്നുള്ളതാണ്. അതായത് കേരളത്തിനകത്ത് ഇപ്പോഴും ഇത്തരത്തിൽ ഈ വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇവരെല്ലാം വച്ചു പുലർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം നമുക്കറിയാം. അവരുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയും അതുതന്നെയാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെ ഈ ലോകം തന്നെ അംഗീകരിച്ച ഭീകരവാദ സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളാണ് ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി സമരം നടത്തിയത്. പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖല കൂടിയായ കരിപ്പൂർ വിമാനത്താവളത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ ഒരു സമരം നടത്തിയത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിലായിരുന്നു അവരുടെ സമരം. ഈ സമരത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നും അനുമതി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖല കൂടിയാണ്. വിമാനത്താവളത്തോട് ചേർന്നുള്ള വിമാനത്താവളത്തിലെ കടക്കുന്ന റോഡ് കൂടിയാണ് ഇത്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം കൂടിയാണ് സോളിഡാരിറ്റി ആസൂത്രണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്നീട് ഈ സമരം തുടരുകയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ സോളിഡാരിറ്റിയുടെയും അതോടൊപ്പം തന്നെ SIO എന്ന സംഘടനയുടെയും കീഴിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം ഇവിടെ നടന്നത്. ഈ സമരത്തിലാണ് ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരുടെ നേതാക്കളുടെയും സ്ഥാപകരുടെയും എല്ലാം തന്നെ ചിത്രങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം അവർ നടത്തിയത്. ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൽ പ്രവർത്തിക്കുന്ന ബ്രദർഹുഡ് എന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെയും സ്ഥാപകരുടെ അടക്കം ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പ്ലക്കാർഡുകളിൽ ഉയർത്തിയിരിക്കുന്നത്. ഹമാസിന്റെ സ്ഥാപകൻ അഹമ്മദ് യാസിൻ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട യഹിയ സിൻവർ, അതോടൊപ്പം തന്നെ പിന്നെ ഈജിപ്തിലെ ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, ഇങ്ങനെ നിരവധി പേരുടെ ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ കേരളത്തിൽ പരസ്യമായി തന്നെ ഉള്ള ഒരു പ്രതിഷേധ സമരം നടത്തിയത്. ശിവദാസ തുടരുക, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചർ, വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത്. പക്ഷേ ഈ പ്രതിഷേധ മാർച്ചിൽ അപ്പാടെ ഉയർന്നത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും അതിനനുസരിച്ചുള്ള പ്ലക്കാർഡുകളും ആയിരുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് അവരുടെ പൊതു സ്വഭാവം അറിയാവുന്നവർക്ക് ഇതിൽ ഒട്ടും അത്ഭുതം തോന്നുന്നില്ല. കാരണം ഇപ്പൊ വഖഫ് ഭേദഗതിക്കെതിരെ അവരൊരു സമരം നടത്തുമ്പോൾ മിനിമം അവർക്ക് കയ്യിൽ പിടിക്കാവുന്നത് അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കർ കയ്യേറാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയോ അല്ലെങ്കിൽ വഖഫ് ഭൂമി നേടിക്കൊടുത്ത് താടി പിടിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇടത് വലത് രാഷ്ട്രീയക്കാരുടെയോ ഒക്കെ ഫോട്ടോകളായിരുന്നു അവർ ഉപയോഗിക്കേണ്ടിയിരുന്നത്. മറിച്ച് അവർ ഉപയോഗിച്ചത് ഈ പറഞ്ഞതുപോലെ ഹമാസ് ഭീകരരൊക്കെ ചിത്രമാണെങ്കിൽ ഇത് 921 തനിയാവർത്തനമാണ്. കാരണം വർഷം ഏതായാലും സ്ഥലം ഏതായാലും അവരുടെ പൊതു സ്വഭാവം ഒന്നാണ്. അന്ന് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയായിരുന്നു ഇവിടെ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അന്ന് അവർ ഉയർത്തിയത് തുർക്കി ഖലീഫേറ്റിന്റെ പതാകയായിരുന്നു. അല്ലാതെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രതീകങ്ങളുമായോ ഒരു ബന്ധവും ആ സമരത്തിനുണ്ടായിരുന്നില്ല. അന്ന് എല്ലായിടത്തും അവർ പിടിച്ചെടുത്ത സർക്കാർ കെട്ടിടങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ ഉയർത്തിയത് തുർക്കി ഖലീഫേറ്റിന്റെ പതാകയായിരുന്നു, തുർക്കിക്കാർക്ക് പോലും വേണ്ടാത്തത്. അപ്പൊ അതേ പൊതു സ്വഭാവമാണ് ഇന്നിപ്പോ ഈ കാണിക്കുന്നത്. ഇതൊക്കെ ഉന്നയിക്കുന്നത് അവർക്ക് മതപരമായ ചില ലക്ഷ്യങ്ങൾ, പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായ ചില കടന്നയറ്റങ്ങൾ, അങ്ങനെ കീഴടക്കാനും തങ്ങളുടേതാക്കാനുമുള്ള ആർത്തി, അതിനപ്പുറം മറ്റൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ ചില മുഖംമൂടികൾ അവർ അണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനുള്ള ചില പരിശീലനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. ടീച്ചർ, അതുമാത്രമല്ല നമുക്കറിയാം മതപരമായ ചടങ്ങുകളിലും ഈ വിഭാഗം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളായിരുന്നു. ഇവിടെ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോഴും മതപരമായ ചടങ്ങുകളിലും ഈ കൊടും ഭീകരരെ ഇങ്ങനെ ഇവർ ഉയർത്തിക്കാട്ടുന്നതിലൂടെ തങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇതിലൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു തുറന്ന സന്ദേശം ഇവരിങ്ങനെ മനഃപൂർവ്വമായി തന്നെ നൽകുകയാണോ?
അതാണ് പറഞ്ഞത്, അതിന് കാലദേശ ഭേദമില്ല. ഒരു ലക്ഷ്യം ഒന്നാണ്, ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിന് കിട്ടുന്ന ഓരോ അവസരവും അവർ ഉപയോഗിക്കുന്നത്. അത് നേർച്ചയാകാം, അത് പ്രതിഷേധ പ്രകടനമാകാം, അത് എന്തുമാകാം. അപ്പൊ വഖഫ് തന്നെ സാധാരണ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഭൂമി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനല്ലത്. അത് കിട്ടാവുന്നിടത്തോളം ഭൂമി തങ്ങളുടേതാക്കി മാറ്റുക, അങ്ങനെ ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുക. ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് വഖഫ് കയ്യേറ്റം അടക്കം നടക്കുന്നത്. അപ്പൊ അവിടെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അവർക്ക് ഭാരതീയമായ മൂല്യങ്ങളോടോ ഭാരതീയമായ പ്രതീകങ്ങളോടോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സ്വഭാവം ഒരു ബന്ധവുമില്ല. കേവലം ഒരു പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആണെങ്കിലും നേർച്ചയിലെ ആണെങ്കിലും അത് തെളിഞ്ഞു കാണുന്നു എന്നേ പറയാൻ സാധിക്കും. വളരെ നന്ദി KP ശശികല ടീച്ചർ പ്രതികരിച്ചതിന്. ശിവദാസ്, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ ഉയർത്തേണ്ടുന്ന ചില ആശയങ്ങളുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ആണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുഴക്കാം. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം അവർ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്താം. പക്ഷേ ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ് പ്രതിഷേധം എന്ന് പറയുകയും പക്ഷേ ഉയർത്തിക്കാട്ടുന്നത് കൊടും ഭീകരരുടെ ചിത്രങ്ങളും ആണ്. ഇവിടെ അവരുടെ അനുയായികളാണ് നിൽക്കുന്നത്. തങ്ങൾ ഈ ഒരു രീതിയിലൂടെ, അതായത് ഭീകരവാദത്തിൻ്റെ രീതിയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സന്ദേശം സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സന്ദേശം നൽകുകയാണോ ഇവർ നൽകുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വഖഫ് ഭേദഗതി ബില്ലിന് എതിരായിട്ടുള്ള സമരം എന്ന പേരിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം ഇവിടെ നടത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളോ പ്ലക്കാർഡുകളോ ഒന്നും ആയിരുന്നില്ല. ഇത്തരത്തിൽ ഭീകരവാദികളുടെ ചിത്രങ്ങളാണ്. അതായത് ഇവർ ഉയർത്തിപ്പിടിച്ച സമരം എന്താണോ അവർ ലക്ഷ്യമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രങ്ങളായിരുന്നില്ല അവരുടെ പ്ലക്കാർഡുകളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മൗലികവാദ ശക്തികളുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളാണ് എന്നത് ആണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ഇത് പരസ്യമായി തന്നെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ പ്രതിഷേധ സമരം നടത്തിയത്. ഈ സമൂഹത്തിന് മുൻപിൽ ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത്. പോലീസിന് മുൻപിലാണ് അവർ ഇത്തരത്തിൽ ഒരു സമരം നടത്തിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ മറവിൽ അവർ ഇത്തരത്തിൽ ഒരു സമരം നടത്തുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ അജണ്ടയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിനും അപ്പുറം ഒരു മതാധിപത്യം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ലക്ഷ്യവും അതുതന്നെയാണ്. സുന്നിയിസം വളർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സുന്നി നേതാക്കളുടെ സുന്നി ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറെ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൃത്യമായി തന്നെ ഇതിൽ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ അത് നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി തന്നെ പരസ്യമായി അവർ ഇത് ഇപ്പോഴും തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. മുൻപും നമുക്കറിയാം യഹിയയെയും അതോടൊപ്പം തന്നെ സിൻവാറിനെയും എല്ലാം തന്നെ വധിച്ച സമയത്ത് പോലും ഇത്തരത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധം നടത്തിയിരുന്നു. SIO അടക്കം അവരുടെ ഫ്ലക്സ് ബോർഡുകൾ പല നഗരങ്ങളിലും സ്ഥാപിച്ചിരുന്നു മുൻപ്. ഇത് വലിയ വിവാദം അടക്കം ആയിരുന്നു. പക്ഷേ ഇതിനെതിരെ കൃത്യമായ നടപടികൾ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഇത് പരസ്യമായി തന്നെ തുടരാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം ഒരുപക്ഷെ PFI അടക്കമുള്ള സംഘടനകൾ ഏറ്റവും കൂടുതൽ വേരൂന്നി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. നിരോധിച്ച ഭീകരവാദ സംഘടനയാണ്. പക്ഷേ ഇത്തരം സംഘടനകൾക്ക് കൃത്യമായി വെള്ളവും വളവും എല്ലാം തണലും എല്ലാം തന്നെ ഇവിടെ സർക്കാരുകൾ തന്നെ ഒരുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ വളരെ ആഴത്തിൽ ഇവിടെ വേരൂന്നി പ്രവർത്തിക്കുന്നത് എന്നത് ഗൗരവമുള്ളതാണ്, ഏറെ ശ്രദ്ധേയവുമാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോൾ കേരളം ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഹബ്ബായി മാറുന്നു എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷവും ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല എന്നാണ് ഇന്നലത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ച പല രാഷ്ട്രങ്ങളിലും നിരോധിച്ച ഹമാസ് എന്ന സംഘടനയുടെയും ഈജിപ്തിൽ പ്രവർത്തിക്കുന്ന 1928 ഈജിപ്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് സ്ഥാപിച്ചത്. അതിനുശേഷം അവിടെ അവർ
വളരെ വലിയ രീതിയിൽ തന്നെ സുന്നി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നീട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് അടക്കം അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. പക്ഷേ പല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അവരെ എതിർത്തിരുന്നു, അല്ലെങ്കിൽ അവരെ നിരോധിച്ചിരുന്നു. പക്ഷേ പിന്നീടും അവരുടെ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം തലവന്മാരെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും എല്ലാം തന്നെ ചിത്രങ്ങൾ പ്ലക്കാർഡുകളായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇന്നലെ നടത്തിയത്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിൽ അതിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള സമരം എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതും ഗൗരവം ഉള്ളതും തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കൃത്യമായ നടപടി കൂടി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഇത് തുടരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി. രോഹിണി, അതെ, തീർച്ചയായും. എന്തായാലും വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. പക്ഷേ ഈ പ്രതിഷേധത്തിൽ ഭീകര നേതാക്കളുടെ ചിത്രങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഹമാസ് സ്ഥാപകനും ഹമാസ് ഭീകരനുമൊക്കെയായ യഹിയ സിൻവറിൻ്റെയൊക്കെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ സമരം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.